ഒരു ചിന്ത ഇന്ന് രാവിലെ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തേക്ക് ചെന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്തിട്ട് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം ഞാൻ പറഞ്ഞു പോകാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ബെഥെസ്ദ കുളക്കടവിൽ ആട്ടുവാതിക്കൽ ബെഥെസ്ദ എന്ന മണ്ഡപത്തിൽ കിടക്കുന്ന പക്ഷവാത രോഗിയായ മനുഷ്യനെ പറ്റി അവിടെ പറയുന്നുണ്ട്. അവിടെ പറഞ്ഞു വരുമ്പോൾ തന്നെ ഇങ്ങനെ പറയുന്നു: അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എൻ്റെ ഹൃദയത്തിനകത്തേക്ക് വന്ന ഒരു ചിന്ത, ഈ ആലയത്തിനകത്ത് വിവിധ പ്രയാസങ്ങളുടെ മധ്യത്തിൽ വരുന്നവരുണ്ട്. ഇന്ന് പകലിലുമായിരിക്കുന്ന വിവിധ ചിന്താകുലത്തോടെ ആയിരിക്കാം വന്നിരിക്കുന്നത്. കർത്താവേ, എൻ്റെ വിഷയത്തിന്മേൽ അങ്ങ് ഇറങ്ങി പ്രവർത്തിക്കണമേ എന്ന് വിചാരിച്ചായിരിക്കും ഇരിക്കുന്നത്. ഒരു പക്ഷേ ആലയത്തിനകത്ത് വന്നിരിക്കുന്ന പലരും വിടുതൽ പ്രാപിക്കുന്നത്, ആരാധിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അന്നേരം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരുന്ന ചിന്ത ഒരു പക്ഷേ, കർത്താവേ, എന്നോട് എന്താ ഒന്നും ഇടപെടാത്തത്, എന്നോട് എന്താ സംസാരിക്കാത്തത്, എന്റെ പ്രശ്നത്തിന്മേൽ എന്തുകൊണ്ടാ ഒരു ഇടപെടൽ നടക്കാത്തത് എന്ന് ചിന്തവാദത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിൽ ദൂത് കൈമാറുക. നിനക്ക് വേണ്ടിയാ ഇന്ന് ദൈവം നിന്നോട് ഇടപെടുവാനായിട്ടാ, നിനക്ക് വേണ്ടി മാത്രമായിട്ടാ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഇറങ്ങി വന്നിരിക്കുന്നത്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നീ ഏറ്റെടുത്ത് കർത്താവിനെ ആരാധിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവമഹത്വത്തിന്റെ മേൽ വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. കൂടെ കിടക്കുന്ന ക്ഷയരോഗികൾ, കുഷ്ഠരോഗികളെ സകലത് സൗഖ്യമാകുന്നുണ്ടെന്ന്. പക്ഷെ ബെഥെസ്ദ കുളക്കടവിനാണെങ്കിൽ കിടക്കുന്ന അവന് മാത്രം ഒരു സൗഖ്യം ഇതുവരെ വന്നിട്ടില്ല. അനേക പ്രശ്നങ്ങളുടെ മുഖത്ത്, പ്രതികൂലങ്ങളുടെ മുഖത്ത് വിടുതൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അവന്റെ ലൈഫിനകത്ത് ഇന്ന് വരെ ഒരു പ്രശ്നവും വിടുതൽ നൽകിയിട്ടില്ല. പക്ഷെ ഇന്ന് പകൽ ആത്മാവിൽ പറയുക, ഇന്ന് പകൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ നീ ഏറ്റെടുക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽ നീ കാണട്ടെ. എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്ത പറയുക, കൂടെ കിടക്കുന്ന, ഞാൻ അതിനെ നമ്മുടെ ചർച്ചുമായി ഒന്ന് കണക്ട് ചെയ്യും മനസ്സിലാകാൻ വേണ്ടിയിട്ട്, കൂടെ ആരാധിക്കുന്ന സകല എണ്ണത്തിനും ദൈവിക വിടുതലുണ്ടാച്ച. എനിക്ക് മാത്രം, എന്നോട് മാത്രം ദൈവത്തിന് എന്തോ ഒരു വിരോധം, അങ്ങനെയുള്ള ചിന്തയുണ്ടെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ ദൂത് കൈമാറും. നിനക്ക് വേണ്ടിയാ ഇന്ന് പകലിൽ നിനക്ക് വേണ്ടിയ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങാൻ പോകുകയാ. നീ വിശ്വസിക്കുന്നത് ദൈവമഹത്വം കാണുന്ന പകലായി മാറട്ടെ. എത്ര പേർ ഏറ്റെടുക്കാൻ ആരാധിക്കുവാൻ തയ്യാറാകുന്നുണ്ട്? നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ദൈവം, ഇറങ്ങി വരുന്ന ദൂതനെ അയക്കുകയല്ല കേട്ടോ. ഇന്നലകളിൽ സൗഖ്യം പ്രാപിച്ചവന് ദൂതൻ ഇറങ്ങിയ സൗഖ്യമായെങ്കിൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരുന്ന എന്റെ ഹൃദയത്തിനകത്തേക്ക് വന്ന അടുത്തൊരു ചിന്തയും കൂടെ പറയാം. കൂടെ ഇരിക്കുന്ന സകല എണ്ണം സൗഖ്യം പ്രാപിച്ചു പോകുമ്പം ഇവന്റെ അകത്തുണ്ടാകുന്ന ഫ്രസ്ട്രേഷനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇവന്റെ അകത്തുണ്ടാകുന്ന ആ ഒരു മാനസിക പിരിമുറുക്കം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അവന്റെ ഭാഗത്തൊന്നും ചിന്തിച്ചു നോക്കിക്കേ. ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിന്റെ അപ്പുറത്തായിരിക്കും 1-2 വർഷമല്ല അവൻ കിടക്കുന്നത്. വർഷങ്ങളായി അതിനകത്ത് കിടക്കുകയാണ്. വർഷങ്ങളായി പാരമ്പര്യം പലതും നമുക്ക് പറയാൻ കണ്ടേക്കും. 32 വർഷമായി IPCക്കകത്ത്, ഷാരോണിനകത്ത്, ചർച്ചകോടിനകത്ത്, ഇൻഡിപെൻഡന്റ് ചർച്ചിനകത്ത് പാരമ്പര്യം പറയാനുണ്ടാകും. പക്ഷെ ഇന്ന് പകല് ദൈവം എന്നെ വിടുവിക്കുമെന്ന് എത്ര പേർക്ക് ആത്മാർത്ഥത പറയാൻ കഴിയും? അവന് സൗഖ്യം കൊടുത്തു, സൗഖ്യമൊക്കെ ആയി. അവനെ പിന്നെ കാണുന്നത്, അവനെ ആലയത്തിൽ കണ്ടു എന്നൊരു പദം പറയുന്നുണ്ട്. 14-ാമത്തെ വാക്യമാണ്. അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടു, അവനോട് നോക്കുക, നിനക്ക് സൗഖ്യമായില്ലെന്ന് പറഞ്ഞു. സൗഖ്യമായവൻ പിന്നെ കണ്ടത് അവൻ ആലയത്തിനകത്താണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ?
പറഞ്ഞ ആശയം പറയാൻ പോവുകയാണ്, പ്രാർത്ഥിക്കാൻ പോവുകയാണ്, ആരാധിക്കാൻ പോവുകയാണ്. നിന്നെ ദൈവം തൊട്ടു എന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ നീ ആരാധിക്കാൻ തയ്യാറായിക്കോണം. ആലയത്തിനകത്ത് ആരാധനയാണ് നടക്കുന്നത്, ആലയത്തിനകത്ത് ആരാധനയാണ് നടക്കുന്നത്. അവിടെ ദൈവ സാന്നിധ്യം ചലിക്കാൻ തുടങ്ങുന്നതാ. ഇന്ന് പകൽ എത്ര പേർ പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുന്നുണ്ട്? ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ആലയത്തിനകത്ത് കർത്താവേ, എന്നെ തോടുന്ന പകലായി മാറണം, എന്നെ തോടുന്ന പകലായി മാറണം. എൻ്റെ പ്രശ്നങ്ങളുടെ മേൽ, എൻ്റെ പ്രതികൂല സാഹചര്യങ്ങളുടെ മേൽ, എൻ്റെ ഏത് വിഷയത്തിന്റെ മേലാണെങ്കിലും ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന പകലായി മാറണം. അത് വർഷങ്ങളുടെ പഴക്കമുള്ളതായിക്കോട്ടെ, വർഷങ്ങളുടെ, ദിവസങ്ങളുടെ, ആഴ്ചകളുടെ പഴക്കമുള്ള വിഷയമായിക്കോട്ടെ, എന്റെ ഏത് പ്രതികൂല സാഹചര്യത്തിനകത്താണെങ്കിലും എന്റെ യേശു ദൂതനെ ഏൽക്കുകയില്ല. സ്വർഗ്ഗം ഇറങ്ങുന്ന പകലായി മാറട്ടെ. അഭിഷേകത്തിന് കർത്താവിനെ സ്തുതിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മുഴങ്കാലുകൾ മടങ്ങുന്ന, സർവ്വ ആദരങ്ങളും ഏറ്റുചൊല്ലുന്ന ആ യേശുവിന്റെ സാന്നിധ്യം ഇന്ന് പകലും ഇതിനകത്ത് വ്യാപരിക്കട്ടെ.